നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫദ്കുറുനി അദ്കുറുക്കും, നീ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും. നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ, നമ്മൾ അള്ളാഹിനെ കുറിച്ച് എത്രത്തോളം പറയുന്നുണ്ടോ, നീ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹ് നിന്നെ കുറിച്ച് മലക്കളോട് പറയും. ഇവിടെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ കുറിച്ച് പറയും. നമ്മൾ അള്ളാഹിനെ ഓർത്താ അള്ളാഹ് നമ്മളെ ഓർക്കും. നമ്മൾ അള്ളാഹിന്റെ അടുത്തോട്ട് നടന്നു പോയാൽ അള്ളാഹ് ഓടി ഇങ്ങോട്ട് വരും. അതാ അള്ളാഹ്. ഇവിടെ നമ്മൾ അള്ളാഹിന്റെ അടുക്കലേക്ക് നടന്നു പോയാ ഒരു ചാണെടുത്ത ഒരു മുഴം നടന്ന ഓടി വരും അള്ളാഹ് നമ്മുടെ അടുത്ത്. അള്ളാഹ് അത്രയ്ക്ക് ഇഷ്ടം നമ്മളെ. നമ്മൾ വിചാരിച്ചു ഉമ്മായിക്കാ ഇഷ്ടമൊന്നും അല്ല, ഉപ്പായിക്കാണോ ഇഷ്ടം അല്ല. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പടച്ച റബ്ബാ. നമ്മൾ കരയുന്നത് അള്ളാഹിന് ഇഷ്ടമല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കരയുന്നത് ഉമ്മയല്ല, ഇപ്പൊ ഉമ്മയ്ക്ക് സഹിക്കും, പക്ഷെ അള്ളാഹിന് സഹിക്കൂല. അത്രത്തോളം നമ്മളെ ഇഷ്ടം അള്ളാഹിക്ക്. നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയൂലേ? പറയോ? വാപ്പ കുരുത്തക്കേട് കാണിക്കും പറയോ? പറഞ്ഞങ്ങാതി നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ കിടക്കുന്നവളാ, പിണങ്ങും. നമ്മുടെ മക്കള് പിണങ്ങും, ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ. വാപ്പ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ വാപ്പ പിണങ്ങും, ഉമ്മ പിണങ്ങും. എന്നാ നമ്മൾ കാണിക്കുന്നൊക്കെ എന്തെല്ലാം കാണിച്ചിട്ട് അള്ളാഹ് ഇന്ന് വരെ നമ്മളോട് പിണങ്ങിയോ? നിനക്ക് സമ്പത്ത് തന്നില്ലേ, നിനക്ക് ഭക്ഷണം തന്നില്ലേ, കണ്ണ് തന്നില്ലേ, ചെവി തന്നില്ലേ, എന്ത് ചിന്തിക്കാത്ത കാണിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കണം എന്താന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ അടുത്ത് വന്നിട്ട് കയ്യൊക്കെ മുത്താൻ വരും. ഞാൻ ചിന്തിക്കും പടച്ചവനെ എന്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ ചങ്ങായിമാരെ 40 പേര് കൂടുതലുണ്ട്. ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. നല്ല പറ മനുഷ്യ ഉസ്താമാരെ ഒന്ന് പറ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആരുടെ ആമീന അള്ളാഹ് കേൾക്കണമെന്നറിയില്ല, ഞാൻ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ അള്ളാഹിനെ ഓർക്കണം, ഏത് സമയത്ത് ഓർക്കണം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചിട്ട് നബി തങ്ങൾ കിടന്നുറങ്ങുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയെ, ശത്രുക്കൾ മുകളിലെത്തി. അവന്മാരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ച ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒങ്ങാണം താഴേക്ക് നോക്കിയാൽ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയവന്മാര്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ? ഹേ അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ് ഉണ്ട് അബൂബക്കറെ നമ്മുടെ കൂടെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ.